സാറേ, ഞാനിന്ന് ചോദിക്കുന്നത് മധ്യപ്രദേശിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. അതായത് ഈ സ്കൂളിലൊക്കെ രാവിലെ പ്രഭാത പ്രാർത്ഥനയൊക്കെ നടത്തലും. അപ്പോൾ സംസ്കൃതത്തിലുള്ളൊരു ശ്ലോകം 2-3 കുട്ടികൾ ചൊല്ലുന്നു. അവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു അത് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് മേടിക്കുന്നു. അങ്ങനെ ഒരു സംഭവം സാർ കേട്ടിരുന്നു? ഇത് മധ്യപ്രദേശിൽ ഗുണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നതാണ്. ഈ ഗുണ എന്നുള്ള സ്ഥലം എനിക്കൊക്കെ പരിചയം എന്താണെന്ന് വെച്ചാൽ രാജമാതാ വിജയരാജി സിന്ധ്യയില്ലേ, അവിടുത്തെ രാജമാത BJPയിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു ഗുണ. അങ്ങനെയാണ് പണ്ടൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് പരിചയം. അതുകൊണ്ടാണ് ഈ പേര് കണ്ട ഉടനെ ഞാൻ ഈ വാർത്ത നോക്കിയത്. ഈ പ്രിൻസിപ്പലിൻ്റെ പേര് കാതറിൻ വട്ടോളി എന്നാണ് കണ്ടത്. അപ്പോൾ ഉടനെ ഇത് മലയാളി ആയ ഒരു സിസ്റ്ററാണ് എന്നുള്ളത് വളരെ വ്യക്തമായി. അപ്പോൾ നമ്മളിവിടെ അത് കുറച്ചും കൂടി വിശദ വിവരങ്ങൾ അറിയേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയതാണ്. ജൂലൈ 15-ാം തീയതി നടന്ന ഈ സംഭവം ഇപ്പോൾ അവിടെ വലിയ കുഴപ്പത്തിലായിരിക്കുകയാണ്. പോലീസ് കേസും പിള്ളേരുടെ പ്രതിഷേധ യോഗങ്ങളും ഒക്കെ ആയിട്ട് സ്കൂളിൻ്റെ പുറത്തും ഒക്കെ പ്രതിഷേധ യോഗങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമാണ്. 15 ജൂലൈ ഇത് പരാതിയിൽ പോലീസിലുള്ള പരാതി പ്രകാരം ജൂലൈ 15-ാം തീയതി രാവിലെ 8-നും 9-നും ഇടയ്ക്ക് ആണ് ഈ സംഭവം നടന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പ്രാർത്ഥന, കുട്ടികൾ സ്കൂളിൽ പ്രാർത്ഥന എല്ലായിടത്തും ഉണ്ടല്ലോ, യൂണിഫോം ഇട്ടിട്ട്. ഇംഗ്ലീഷ് സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് വന്ദന കോൺവെൻറ്റ് സ്കൂൾ എന്നാണ് ഇതിൻ്റെ സ്കൂളിൻ്റെ പേര്. അവിടെ 6th ഗ്രേഡ് 6ാം തരം വിദ്യാർത്ഥികളാണ് ഈ അന്ന് പ്രാർത്ഥന ചൊല്ലേണ്ടിയിരുന്നത്. സാധാരണ അവിടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 2 കുട്ടികൾ, ഏറ്റവും പഴയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊന്നാണിത്. 1974 സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് എലിസബത്ത്, ഈ സന്യാസിനി സമൂഹം, സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് എലിസബത്ത് സന്യാസിനി സമൂഹം സ്ഥാപിച്ച സ്കൂളാണ് 1974. അപ്പോൾ അങ്ങനെ 3 കുട്ടികൾ, ഈ പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടികളുണ്ടല്ലോ, അവർ പെട്ടെന്ന് സർവേ ഭവന്തു സുഖിനഹ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ സർവേ ഭവന്തു സുഖിനഹ, സർവേ സന്തു നിരാമയ, സർവം ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത് എന്നാണ് മൊത്തം ഈ ശ്ലോകം. ആ ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യവിരുദ്ധതയും ഇല്ലാത്ത ശ്ലോകമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും ആഹ്ലാദിക്കട്ടെ, രോഗങ്ങൾ ഇല്ലാതിരിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവരുടെയും ദുഃഖം നീങ്ങട്ടെ, ദൈവമേ അതിനുള്ള അനുഗ്രഹം തരിക. ഓം ശാന്തി 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 എന്ന് പറഞ്ഞൊരു ശാന്തി മന്ത്രം ആണിത്. അപ്പോൾ അത് സർവേ ഭവന്തു സുഖിനഹ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സിസ്റ്റർ വട്ടോളി പെട്ടെന്ന് ഏതൊരു സിനിമയിലും വട്ടോളി എന്ന് പറഞ്ഞൊരു കഥാപാത്രങ്ങളായിട്ട് ശ്രീകുമാർ ഒരു സിനിമയിൽ വട്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഓർമ്മ ഒളിമ്പിയൻ അന്തോണി ആദം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിലൂടെ അഭിനയിക്കുമ്പോൾ ഈ കഥാപാത്രത്തിന് അങ്ങനെ വരും. ഇതുപോലത്തെ സ്വഭാവങ്ങളുണ്ട്. സ്വഭാവമല്ല, അയാൾ വെള്ളം അടിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാ വെച്ചിട്ട് സ്വഭാവം കാണിയതാണ്. ഒരു ഫാദർ വട്ടോളി അല്ലേ, ഒരു ഫാദർ വട്ടോളി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഒരു സിനിമകളിലായിട്ട് പെട്ടെന്ന് ഓർമ്മ തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു വരി പറഞ്ഞപ്പോഴേക്കും മയക്ക് ഇവർ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, കാതറിൻ സിസ്റ്റർ, വട്ടോളി സിസ്റ്റർ പറഞ്ഞു, ഈ കവിത ഞാൻ ഇവിടെ സമ്മതിക്കില്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തി ആ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് പോലീസിനുള്ള പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ, ഇങ്ങനെ ഇവർ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു മിഷനറി മനസ്സ് ആണുള്ളത് എന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞത് ABVP-കാരും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ABVP പ്രവർത്തകൻ സാക്ഷം ദുബെ ആണ് പോലീസിൽ കേസ് കൊടുത്തത്. ആ കേസിലാണ് ഇങ്ങനെ ഇപ്പോൾ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായത് സിസ്റ്റർ സമ്മതിച്ചിട്ടുമുണ്ട്. ശരിയാണ്, ഇങ്ങനെ സംഭവിച്ചാണ്. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്, അവിടെ ABVP-യുടെ ഒരു പ്രതിഷേധം അതിൻ്റെ വാതിക്ക് നടന്നു സ്കൂളിൻ്റെ 2 മണിക്കൂറോളം. ഇതിനുശേഷം 2-ാം ദിവസം. അപ്പോൾ അങ്ങനെ പ്രതിഷേധം കനത്തു വന്നപ്പോൾ ഇത് കേരളമൊന്നുമല്ലല്ലോ, പിണറായി വിജയനാണല്ലോ ഇത് കേരളമാണ് എന്ന് പറയുന്നത്, അത് കേരളമല്ലല്ലോ. അപ്പോൾ അവിടെ ഇത് വലിയ ഇഷ്യൂ ആയപ്പോൾ അവർ മൈക്കിൽ ഈ കാതറിൻ സിസ്റ്റർ പറഞ്ഞു, അന്ന് ഇംഗ്ലീഷ് ആണ് പ്രാർത്ഥന ചൊല്ലേണ്ടിയിരുന്നത്, അങ്ങനത്തെ ദിവസമായിരുന്നു. ഇത് അവർ പറയുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കും അത് അറിയാമായിരിക്കും. അങ്ങനെ അച്ചടക്കത്തിൽ വളർത്തുന്ന ഒരു പഠിപ്പിക്കുന്ന സ്കൂളിലൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും വിശ്വസിക്കാൻ വയ്യ. അവർ ഈ സ്പൂൺ ഫീഡിങ് ഉള്ളവരാണല്ലോ. അന്ന് അതിനാലാണ് ഞാൻ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു, ഞാൻ എല്ലാ മതത്തിനെയും ആദരിക്കുന്നു എന്ന് അവർ മൈക്കിൽ പറഞ്ഞു ഈ പ്രക്ഷോഭകരോട്. പക്ഷെ പ്രതിഷേധക്കാർ അതങ്ങനെ കാര്യമാക്കിയില്ല. ഇത് തൽക്കാലം പറഞ്ഞ് തടി തപ്പാനാണെന്ന് അവർ വിചാരിച്ചു. ഇത് നിന്നില്ല അവിടെ. ജൂലൈ 21-ാം തീയതി DO ചന്ദ്രശേഖർ സിസോദിയ സ്കൂളിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയമായി. ഇത് തന്നെ ഇവിടെ അതിലും ഇത് വിവരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് കേട്ടു, ഇംഗ്ലീഷ് ഇൻസിസ്റ്റ് ചെയ്തു എന്നും സംസ്കൃത ശ്ലോകം ചൊല്ലാൻ പാടില്ല എന്നും കേട്ടു. നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയാവില്ല, നിങ്ങളുടെ സ്കൂളിൻ്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണം നിങ്ങളെ ബോധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് DO നോട്ടീസ് കൊടുത്തു. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ തിരഞ്ഞെടുത്ത കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിനും ഒക്കെ ചൊല്ലാറുണ്ട്. ഇംഗ്ലീഷിന് പകരം ഈ ദിവസത്തിൽ ഹിന്ദിയിൽ കുട്ടികൾ ചൊല്ലുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംസ്കൃതവും കയറി വന്നത്. അപ്പോൾ ABVP-യുടെ അവിടുത്തെ ജില്ലാ കൺവീനർ പീയൂഷ് മിശ്ര പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, ആഗോള ഭാഷയാണ് ഇംഗ്ലീഷ്, അതൊക്കെ ശരിയാണ്, ഇംഗ്ലീഷിന് പ്രാധാന്യമൊക്കെ ഉണ്ട്. തെക്കേ ഇന്ത്യയിൽ ഈ സിസ്റ്റർ തെക്കേ ഇന്ത്യ ആയതുകൊണ്ട് പറഞ്ഞായിരുന്നു, തെക്കേ ഇന്ത്യയിൽ കൂടുതൽ ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷിനെതിരല്ല, പക്ഷേ ഈ നടപടി സിസ്റ്ററിൻ്റെ നടപടി ദേശീയ വിരുദ്ധമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത് 299-ാം വകുപ്പ്. അതൊരു വേറൊരു മതത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തുക എന്നുള്ള 196 സെക്ഷൻ, അത് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ വകുപ്പൊക്കെ അനുസരിച്ചിട്ട് സാധാരണഗതിയിൽ 3 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇത്. ഇനി ഇപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ശ്ലോകമാണ് ഇത്. പൊതുവെ ഈ ശ്ലോകം ബൃഹദാരണ്യകോപനിഷത്തിൽ ഉള്ളതെന്നാണ് പൊതുവെ കരുതുന്നത്. ഇതിനു വേണ്ടി ഞാൻ നോക്കിയപ്പോഴാണ് ഞാനും അങ്ങനെ കരുതിയിരുന്നത്. ബൃഹദാരണ്യകോപനിഷത്തിൽ ഇങ്ങനൊരു ശ്ലോകം ഇല്ല, ഒരു മന്ത്രം ഇല്ല. പക്ഷെ കേട്ട് പരിചയമുണ്ട് അല്ലേ? കേട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇത് ഗരുഡ പുരാണത്തിൻ്റെ അവസാനം 35-51 അവസാന ശ്ലോകമായിട്ട് ഇതിന് ആദ്യത്തെ വരിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഗരുഡ പുരാണത്തിലെ അവസാനത്തെ ശ്ലോകം സർവേഷാം മംഗളം ഭൂയാത് സർവം, പിന്നെ ബാക്കി കറക്റ്റാ, സർവേഷാം മംഗളം ഭൂയാത് സർവം സന്തു നിരാമയ സർവഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇത് ഗരുഡ പുരാണത്തിലാണ്. ഇത് ആദ്യത്തെ ഒരു വരിയിൽ മാറ്റമുണ്ട്, ചെറിയ മാറ്റമുണ്ട്. അത് പിന്നീട് മാറ്റിയെടുത്തായിരിക്കും. പിന്നെ ആശീർവചനമായിട്ട് ഇതിഹാസ സമുച്ചയത്തിലെ അനുഗ്രഹവചനമായിട്ടും ആദ്യത്തെ വാചകത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ മന്ത്രം വരുന്നുണ്ട്. ഇത് ബൃഹദാരണ്യകോപനിഷത്തിലെ മന്ത്രമല്ല എന്ന് പ്രേക്ഷകരോട് പറയാൻ കൂടി ഈ കാതറിൻ വട്ടോളി സിസ്റ്ററെ കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. അതെ സാർ, അതിന് ഈ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഇംഗ്ലീഷ് പ്രയർ ചൊല്ലേണ്ട ദിവസം മനഃപൂർവ്വം സംസ്കൃത ശ്ലോകം ചൊല്ലി എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയുടെ ഒരു സമയമാണ്. 8 മുതൽ 9 വരെ പല ആക്ടിവിറ്റീസ് പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ഇത് പറയുമ്പോൾ നോക്കുന്നത്. അവിടെ അവിടെ ഈ ഭാരതീയതയുടെ ഭാഗമാണല്ലോ സംസ്കൃതം. അവർ പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമാണ്. സംസ്കൃതം അപ്പം ഇതുവരെ അവിടെ തുടിയിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവർ സംസ്കൃതത്തിന് വിരുദ്ധത ഉള്ള ആളുകൾ തന്നെയാണ് അവർ. അപ്പം സംസ്കൃതത്തിന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ ഇത്രയും കൊല്ലം. അങ്ങനെയാണെങ്കിൽ 1974 മുതൽ അവിടെ സംസ്കൃത പ്രാർത്ഥനയൊന്നും ചൊല്ലിയിട്ടുണ്ടാവില്ല, വേറെ ഭാഷ ചൊല്ലിയിട്ടുണ്ടാവില്ല. പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കൊരു സംസ്കൃതവും കൂടി ആയിക്കോട്ടെ എന്ന് ഈ കുട്ടികൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഇതിലിപ്പോ ക്രിസ്തുമതത്തിനെ ആക്ഷേപിക്കുന്ന ശ്ലോകം അല്ലല്ലോ ഇത്. മറ്റാരെയും അധിക്ഷേപിക്കുന്നില്ല. ഉപനിഷത്തിൽ അങ്ങനെ അധിക്ഷേപങ്ങളില്ല. ഉപനിഷത്തിൽ ദൈവങ്ങളും ഇല്ലല്ലോ. പൊതുവായ ഫിലോസഫിയൊക്കെയാണല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ മറ്റേ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയം തന്നെയല്ലേ എൻ്റെ അകത്തും വന്നിരിക്കുന്നത്. സിസ്റ്റർക്കും അസുഖം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണല്ലോ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സിസ്റ്റർക്ക് അസുഖം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള മന്ത്രം കേട്ടപ്പോഴും അവർക്ക് അസുഖം ഉണ്ടായി. അതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം അവിടെ ഇംഗ്ലീഷ് പ്രയറിൻ്റെ കൂടെ മാത്രമല്ല ഹിന്ദി പ്രയറും ഒക്കെ അവർ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഹിന്ദി പോലെ തന്നെയല്ലേ സംസ്കൃതം. അപ്പം വേണമെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആ ടീച്ചർ കയറി മൈക്ക് തന്നില്ല. അതൊക്കെ വളരെ മോശമായിപ്പോയി. മൈക്കിനോട് ഭയങ്കര ശത്രുതയുള്ള ഒരാൾ പിണറായി വിജയനാണ്. അവർ മലയാളം വാർത്തകളും മലയാള മനോരമ ചിലപ്പോൾ ദീപിക പത്രമൊക്കെ വായിക്കുന്നുണ്ടാവും. ഇത് മിക്കവാറും ഒരു കാത്തലിക് സ്കൂളാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് എന്നാൽ പിന്നെ നമുക്കും മൈക്കിനോട് അരിശം തീർക്കാമെന്ന് അവർ വിചാരിച്ചതാകാനാണ് സാധ്യത. ഒരു സംസ്കൃത ശ്ലോകം കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരി കുട്ടികളെ, നാളെ മുതൽ നമുക്ക് സംസ്കൃത ശ്ലോകങ്ങളും ആകാം. ഒരു സെലക്ഷൻ. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ വൈശിഷ്യത എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അനന്തതയിൽ നിന്ന് അനന്തത കുറച്ചാൽ അനന്തത തന്നെ അവശേഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഫിസിക്സ് അല്ലേ അത്? 1-ാം തരം. അതിൽ നിന്നല്ലേ ഈ ആണവ വിസ്ഫോടനം ഉണ്ടാകുന്നത്. അതെ. അപ്പം ചുരുക്കം പറഞ്ഞാൽ കാതറിൻ വട്ടോളി പെട്ടോ? കാതറിൻ വട്ടോളി പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും പെട്ടു. എന്താന്ന് വെച്ചാൽ ഈ സന്യാസ സമൂഹം എന്ന് പറഞ്ഞാൽ ഈ സന്യാസിനി സമൂഹമാണല്ലോ. ആ സന്യാസിനി സമൂഹത്തിന് മദർ സുപ്പീരിയറൊക്കെ കാണും. ഈ മദർ സുപ്പീരിയറെ ഇനി മെത്രാൻ വിളിക്കും. അവിടെ മെത്രാൻ ഉണ്ടാവുമല്ലോ. ആ മെത്രാൻ വിളിച്ചിട്ട് ഈ സിസ്റ്റർക്ക് പകരം വേറൊരാളെ വെക്കേ, എന്നിട്ട് മറ്റേ സംസ്കൃതവും കൂടി ചേർക്കുന്നൊക്കെ പറയുമായിരിക്കും. ചിലപ്പോൾ ഇവരുടെ ജോലി പോവും. പ്രിൻസിപ്പലാക്കാൻ വേറെയും കുറേ ആളുകളെ കേരളത്തിൽ നിന്ന് കിട്ടില്ലേ. അപ്പോൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനി തുടർ നടപടികൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതറിയാം.